അസ്സലാമലൈക്കും. ഇന്നത്തെ ഇഫ്താറിന് നമുക്ക് ബ്രെഡ് പോള ഉണ്ടാക്കിയാലോ? വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് പോള. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുക്കാം. ഞാനിവിടെ ഒരു 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അങ്ങനെ സൈഡ് ഭാഗം കട്ട് ചെയ്തത് പിന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പൊടിച്ചെടുക്കാം. ഇത് ബാറ്റർ റെഡിയാക്കാനുള്ള പാത്രമാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആ ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുക. നന്നായി പൊടി ആക്കിയെടുത്തിട്ട് കൈകൊണ്ട് തന്നെ ആക്കിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് 3 മുട്ട ആണ് വേണ്ടത്. അപ്പോൾ 3 മുട്ട ഉടച്ച് വീഴ്ത്തി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് 3 മുട്ട ഉടച്ച് വീഴ്ത്തി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യണം, അതിലേക്ക് പാൽ ഒഴിക്കണം. അപ്പോൾ ഞാനിവിടെ പാല് 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല ലൂസായിട്ടാണ് വേണ്ടത് കേട്ടോ ഈ ഒരു ബാറ്റർ. അപ്പോൾ അതിന് പാലിവിടെ ഞാൻ 1/2 കപ്പോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി എടുക്കാം. പിന്നെ ഞാനിതിലേക്ക് നല്ല ലൂസാക്കി നന്നായി ഇളക്കിയതിൻ്റെ ശേഷം ഒരു ലൂസ് ടൈപ്പ് ആയാൽ നമുക്കതിലേക്ക് എന്ത് ചേർക്കാം, പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചെടുത്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പോളയാണ് കേട്ടോ. ഇനി നമുക്ക് പാന് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് തടവി കൊടുക്കാം. നെയ്യ് തടവി കൊടുത്തതിൻ്റെ ശേഷം ഈ ബാറ്റർ അതിൽ ഒഴിച്ച് കൊടുക്കുക. അതിന് മേലെ കുറച്ച് നമുക്ക് ഉണക്കമുന്തിരിയൊക്കെ ഇല്ലേ, അതൊക്കെ അതിൻ്റെ മേലെ കുറച്ച് വേണമെങ്കിൽ നട്ട്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ സിമ്പിളായിട്ട് ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് പോള റെഡിയായി.